ഹായ് ഫ്രണ്ട്സ്, കേപ്പ് ടൗണിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് ഇത്. ഇന്ന് 2 ഡെസ്റ്റിനേഷൻസാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈവനിങ്ങോടുകൂടി ജോഹന്നസ്ബർഗിലേക്ക് മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്തായാണ് ഡോൾഫിൻ ബീച്ച്. ഇത് വാട്ടർ സ്പോർട്സിന് പേര് കേട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഡോൾഫിൻസിനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന പ്രത്യേകത കൊണ്ട് തന്നെയാണ് ആ പേര് വന്നതും. അതിലുപരി ഈ അറ്റ്ലാന്റിക് ഓഷനിൽ ടേബിൾ മൗണ്ടൻ്റെ അതിശയിപ്പിക്കുന്ന ആ കാഴ്ചയാണ് ഡോൾഫിൻ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് പോൽക്ക ഡ്രൈ സ്ട്രോബെറി ഫാമും മറ്റേത് വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർ ഫ്രണ്ടുമാണ്. ഇതാണ് ഡോൾഫിൻ ബീച്ച് റിസോർട്ട്. കേപ്പ് ടൗണിലെ പ്രശസ്തമായ ബീച്ച് ഫ്രണ്ട് റിസോർട്ടാണിത്. കേപ്പ് ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ബസ് സർവീസിന് മാത്രമേ പ്രത്യേകം ലൈൻ കൊടുത്തിട്ടുണ്ട്. മേജർ റൂട്ടുകളിലും കേപ്പ് ടൗണിൻ്റെ ബിസി ആയിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് മൈ സിറ്റി എന്നറിയപ്പെടുന്ന ഈ ബസ് സർവീസ് ഉള്ളത്. ഈ ഡെഡിക്കേറ്റഡ് ലൈൻസ് ട്രാഫിക് കഞ്ചഷൻ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഇത് കേപ്പ് ടൗണിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ ദിവസത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പോൽക്ക ഡ്രൈ ഫാം ഡോൾഫിൻ ബീച്ചിൽ നിന്നും 37 കിലോമീറ്റേഴ്സ് മാറി സ്റ്റെല്ലൻബോഷ് റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും ഓൾഡസ്റ്റ് വൈൻ റൂട്ടായ സ്റ്റെല്ലൻബോഷിലെ ഈ ഫാം സ്ട്രോബെറി പിക്കിങ്ങിന് പേര് കേട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻ്റർടൈനിങ് ആയ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റിയാണ് സ്ട്രോബെറി പിക്കിംഗ്. ഓരോ ബക്കറ്റ് സൈസ് അനുസരിച്ചാണ് ഫാമിലേക്കുള്ള എൻട്രി ഫീ. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് സ്ട്രോബെറി സീസൺ. ഈ മാസങ്ങളിൽ ഇതുപോലുള്ള ഫാമുകൾ വിസിറ്റേഴ്സിന് സ്വന്തമായി ഫ്രഷ് സ്ട്രോബെറി പിക്ക് ചെയ്യാനുള്ള അവസരം നൽകുന്നു.
ഫാമിലിയോടൊപ്പം ചെലവഴിക്കാനായി ഒരു പ്ലേ ഏരിയയും വിവിധതരം സ്ട്രോബെറി പ്രോഡക്ട്സുകൾക്കായി ഒരു ഫാം ഷോപ്പും ഇതോടൊപ്പം പ്രവർത്തിച്ചു വരുന്നു. വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർഫ്രണ്ടാണ് കേപ്പ് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർഫ്രണ്ട് ഡെവലപ്മെൻറ്റ്. കേപ്പ് ടൗണിൻ്റെ ഹാർബർ ഏരിയയാണിത്. ഇതൊരു മിക്സ്ഡ് യൂസ് പ്രോപ്പർട്ടിയാണ്. അതായത് ബിസിനസ്, റെസിഡൻഷ്യൽ, ഷോപ്പിംഗ്, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ്, ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ്, മ്യൂസിയംസ് എന്നിങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഒരേ സമയം നടക്കുന്ന വളരെ വൈബ്രൻ്റായ ഒരു ഹബ്ബാണിത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം വിസിറ്റ് ചെയ്ത ടു ഓഷ്യൻസ് അക്വേറിയം ഈ വാട്ടർഫ്രണ്ടിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ വളരെ ലൈവ്ലിയായ ഒരു മാർക്കറ്റ്, ആഫ്രിക്കയുടെ ലീഡിംഗ് ആർട്ട് മ്യൂസിയം, റോബൻ ഐലൻഡ് ഫെറി ഇതെല്ലാം ഈ വാട്ടർഫ്രണ്ടിൻ്റെ ഭാഗമായി വരുന്നു. ഇവിടെ ഏകദേശം 450-ലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്നാണ് കണക്ക്. അതിൽ ഹൈ എൻഡ് ഫാഷൻ ബുട്ടീക്ക് മുതൽ ലോക്കൽ ക്രാഫ്റ്റ് ഷോപ്പ് വരെ ഉണ്ട്. ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ് സ്പേസ് കൂടിയാണ് ഇവിടെ. ഇത് അവർക്കുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്. ഈ വാട്ടർഫ്രണ്ട് ഏരിയ പലതരം ഇവൻറ്റ്സിനും ഫെസ്റ്റിവൽസിനും സ്ഥിരം വേദിയാണ്. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ സോഷ്യലൈസിങ്ങിനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. അതോടൊപ്പം ഈ സ്ട്രീറ്റ് പെർഫോമേഴ്സും ലൈവ് മ്യൂസിക്കും ഈ ഒരു അന്തരീക്ഷത്തെ വളരെ കളർഫുള്ളായി നിലനിർത്തുന്നു. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഇൻഡോറിലും ഔട്ട്ഡോറിലുമായി ധാരാളം പ്ലേ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം ലോക്കൽസിനെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന പലതരം കൾച്ചറുകൾ ഒത്തുചേരുന്ന വളരെ ലൈവ്ലിയായ ഒരു ഹബ്ബ് തന്നെയാണ് ഈ വാട്ടർഫ്രണ്ട് ഏരിയ.
അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടതിൻ്റെ സന്തോഷത്തിൽ ലഞ്ച് അവിടുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഈവനിംഗ് ഫ്ലൈറ്റിൽ ജോഹന്നസ്ബർഗിലേക്ക് മടങ്ങാനായി ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു.